प्रथमं शैलपुत्रेति, द्वितीयं ब्रह्मचारिणी, तृतीयं चन्द्रघण्टेति, कूष्माण्डेति चतुर्थं, पञ्चमं स्कन्दमातेति, षष्ठं कात्यायनी च, सप्तमं कालरात्रेति, महागौरीति चाष्टमं, नवमं सिद्धिदा प्रोक्ता, नवम ദുർഗാ പ്രകീർത്തിത. നവദുർഗാ വിധാനങ്ങളായിക്കൊണ്ട് പൂജ നടക്കുമ്പോൾ പൂജവെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. 29 വൈകിട്ട് പൂജ വയ്ക്കും, 2 തീയതി പൂജ എടുക്കും. കൂഷ്മാണ്ഡേതി ചതുർത്ഥകം, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൂഷ്മാണ്ഡാദേവിയാണ്. കൂഷ്മാണ്ഡാദേവിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? 14 ലോകങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ഒറ്റ ചൈതന്യത്തിൽ നിന്നും പ്രപഞ്ച സൃഷ്ടിയുടെ മാതാവാണ്. ഈ കാണുന്നതായ പ്രപഞ്ചം നമ്മൾ ഉണ്ട് എന്ന് ധരിക്കുന്നതായ ഒന്ന് സിംഹവാഹിനിയാണ്. അപ്പം സിംഹാരൂഢാം ത്രിനേത്രാം, ദുർഗയുടെ വിധാനങ്ങളിൽ പലപ്പോഴും സിംഹാരൂഢാം എന്ന് പറയുന്നുണ്ട്. ഇന്ന് സൃഷ്ടിയുടെ മാതാവാകുമ്പോൾ ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കപ്പെടേണ്ടി വരുമ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രശ്നം കൂഷ്മാണ്ഡാദേവിയെ ആരാധിക്കുക. തലപ്പുഞ്ച മഹാദേവൻ്റെ മടിയിലിരിക്കുന്നതായ പരിവാരങ്ങളോടുകൂടി ഇരിക്കുന്നതായ പാർവതി ദേവി തന്നെയാണ് എന്തായിത്തീരുന്നത്, കൂഷ്മാണ്ഡയായിത്തീരുന്നത് എന്നർത്ഥം. അപ്പം പാർവതി ദേവിയാണ് യഥാർത്ഥ മാതാക്കളുടെ ഒറ്റ ചൈതന്യമാണ് പാർവതി ദേവിയാണ്. പാർവതി ദേവിയിൽ നിന്നാണ് ഇതെല്ലാം ഉടലെടുക്കുന്നതെന്നർത്ഥം. ദുർഗയായിട്ടും സരസ്വതിയായിട്ടും ഭദ്രകാളിയായിട്ടും ഏതൊക്കെ ദേവീ ചൈതന്യങ്ങളുണ്ടോ ആ ദേവീ ചൈതന്യങ്ങൾ മുഴുവനും തലപ്പുഞ്ച മഹാദേവൻ്റെ പ്രിയപത്നിയായ പാർവതി ദേവി തന്നെയാണ് എന്നർത്ഥം. അപ്പോൾ പാർവതി ദേവിയുടെ ചരിത്രങ്ങൾ വർണ്ണിക്കപ്പെടുമ്പോൾ, പാർവതി ദേവിയുടെ സൗന്ദര്യത്തെ പറ്റി വർണ്ണിക്കപ്പെടുമ്പോൾ നമുക്കറിയാം അവിടെ ലൗകികമായ ചിന്തയിൽ അവിടെ മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്താനായിക്കൊണ്ടൊരു ഒരു ആസുരഭാവത്തിലുള്ള ഒരാൾ തപസ് ചെയ്തു എന്നും അവിടെ വൃത്രൻ ഒരു അസുരഭാവത്തിൽ ഒരാൾ, വൃത്രാസുരനൊക്കെ നമുക്കറിയാം. വൃത്രാസുരനൊക്കെ ഭഗവത് ഭക്തനായിരുന്നു അർത്ഥം. ഇന്ദ്രനോട് പോലും യുദ്ധം ചെയ്തിട്ട് ധൈര്യമായ രീതിയിൽ പടർക്കളത്തിൽ വെച്ചിട്ട് ജീവൻ വെടിഞ്ഞിട്ട് ഉള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഉള്ളതായ ഒരു അസുരഭാവം. പിന്നെ വേറൊരു അസുരഭാവം പറയുമ്പോൾ പാർവതി ദേവിയെ കണ്ടുമോഹിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടതായ ഒരസുരൻ, ഭസ്മാസുരൻ എന്ന് നമ്മൾ പറയുന്നതായ ഒരസുരൻ. അപ്പോൾ ആ അസുരനെ സംബന്ധിച്ചിടത്തോളം ശരീരഭാഗങ്ങൾ മുഴുവൻ മുറിച്ച് ഹോമിക്കപ്പെട്ടതായ അദ്ദേഹം പിന്നീട് മഹാദേവന് പ്രത്യക്ഷ ദൈവമായിട്ട് തന്നെ പ്രത്യക്ഷപ്പെടേണ്ടി വന്നപ്പോൾ അവിടെ ഗൗരീ ഹരണലാലസ, അവിടെ ഗൗരിയെ ഹരണലാലസനായിക്കൊണ്ട് അവിടെ അങ്ങനെ തോന്നിയെന്നർത്ഥം. അപ്പോൾ ഏതാണോ എന്താണോ ഉപാസിക്കുന്നത് എന്നല്ല പ്രധാനം, മനസ്സാണ് പ്രധാനം. മനസ്സ് നന്നായില്ലെങ്കിൽ, മനസ്സ് ശുദ്ധമാകാതെ ഉപാസിച്ചിട്ട് ഒരു കാര്യമില്ല. അവിടെ ഓടിയെന്ന് മഹാദേവന് ഓടേണ്ട ആവശ്യമില്ല. മഹാദേവന് 3-ാം തൃക്കണ്. പക്ഷേ ഒരു പുരാണത്തെ, ഭാഗവതാദി പുരാണങ്ങളെ പറയുമ്പോൾ ആ പുരാണത്തിലെ കഥാപാത്രത്തെ, അവിടുത്തെ നായകനെ അല്ലെങ്കിൽ ആ ഈശ്വരനെ പുകഴ്ത്തി കാണിക്കണം, അല്ലെങ്കിൽ ഉയർത്തി കാണിക്കണം. അതിനാണ് വടിരൂപത്തിൽ അവിടെ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടുവെന്നും ഒരു കുഞ്ഞായിട്ട് പ്രത്യക്ഷപ്പെട്ടു നിൻ്റെ തലയിൽ തന്നെ വെച്ച് നോക്കാൻ പറയുന്നുവെന്നും ആസുരഭാവത്തെ സൂചിപ്പിക്കുന്നതായ തലയിൽ വെച്ചുകൊണ്ട് നമ്മളിൽ തന്നെയാണ് ഈ ആസുരഭാവങ്ങളും ദേവഭാവങ്ങളും ഈശ്വരഭാവങ്ങളും എല്ലാം. അപ്പം ഈശ്വരഭാവങ്ങളോടുകൂടി തന്നെ ഇരിക്കുന്നതായ നമ്മളെ തന്നെ ഈശ്വരൻ, നമ്മൾ തന്നെയാണ് ഈശ്വരൻ, നമ്മൾ തന്നെയാണ് ഈശ്വരി. നിരന്തരമായ ഉപാസനയിലൂടെ എന്തായിത്തീരണം? ഞാൻ ഒരുപിടിയവലോ എന്താ ചെയ്തിരിക്കുന്നു, ഏതിനെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു? നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പേര് പറയുന്നില്ല, എൻ്റെ ബഹുമാന്യനായ ഒരു അദ്ദേഹത്തെ സുഹൃത്താണ്, തന്ത്രിയാണ്, കൂട്ടുകാരനാണ്, എല്ലാമാണ്. അദ്ദേഹം എന്നെ കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വണ്ടി അല്ലെങ്കിൽ എൻ്റെ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ അദ്ദേഹം നരസിംഹ മന്ത്രം ജപിക്കും. പേര് ഞാൻ പറയുന്നില്ല. നരസിംഹ മന്ത്രം ജപിച്ച് നരസിംഹമൂർത്തിയായി തീരും അദ്ദേഹം. അപ്പം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാനും നരസിംഹമന്ത്രം ജപിക്കും. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് തേജസ് എന്നിലേക്ക് വരും, എന്നിൽ നിന്ന് തേജസ് അദ്ദേഹത്തിലേക്ക് പോകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നമ്പറാണെന്ന് അർത്ഥം. കാരണം സുഞ്ചി മാങ്കുളത്തെ കാണുമ്പോൾ അദ്ദേഹം നിരന്തരമായി കുറച്ച് നരസിംഹമന്ത്രം ജപിക്കും. കാരണം ഞാൻ അടുക്കാൻ പറ്റുമോ എന്ന് എന്ന് അദ്ദേഹം ചിന്തിക്കും. ഞാനും തിരിച്ച് നരസിംഹമന്ത്രം ജപിക്കുന്നു. അപ്പോൾ അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് നരസിംഹമൂർത്തിയായിട്ട് തീരുന്നു. അന്ന് പറയാനുള്ള കാരണം ഇന്ന് സിംഹാരൂഢയാണ്. നരസിംഹമൂർത്തിയുടെ പകുതി സിംഹമാണ്. അപ്പോൾ അതാ ഭഗവാൻ ഏത് സ്വരൂപത്തിലായാലും, സിംഹസ്വരൂപത്തിലായ എന്തായാലും ഈശ്വരൻ വാഹനമാകാൻ ഒരു മടിയില്ല എന്നർത്ഥം. അപ്പം ദേവിയുടെ വാഹനമായ പ്രപഞ്ചം ഇല്ലാത്തതായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിയുടെ മാതാവായ കൂഷ്മാണ്ഡദേവിയെ നമ്മൾ ആരാധിക്കപ്പെടുമ്പോൾ നമുക്കറിയാം എന്തിനെ പറ്റി ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും സരസ്വതിയുടെ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ സരസ്വതി ദേവിയായിട്ട് തീരും.
ഇനിയോ വേറൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പൂർണ്ണത്രയീശനെ പറ്റി ചിന്തിച്ചിരിക്കുന്ന അദ്ദേഹവും ഞാനും ഒരുമിച്ച് പൂർണ്ണത്രയീശൻ്റെ മന്ത്രം ജപിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പൂർണ്ണത്രയീശൻ ആയിട്ട് തീരും, സാത്വിക ഭാവത്തിലൂടെ ആയിത്തീരും. അപ്പം നിരന്തരമായ ഉപാസനയിലൂടെ, നിരന്തരമായ സ്നേഹത്തിലൂടെ ഏത് ദേവിയായാലും എന്തിനെയായാലും ഉപാസിച്ചു കഴിഞ്ഞാൽ സ്നേഹസ്വരൂപമായി പ്രേമസ്വരൂപമായി ഉപാസിക്കുക. അങ്ങനെ ഉപാസിക്കപ്പെടുന്നതായ ഒന്ന് ആ ഒരൊറ്റ ചൈതന്യം നീവാരാശികത്തിന് ഭീതാഭാസ്യത്തണുമാ തസ്യാം ശിഖായ മധ്യേ പരമാത്മാവസ്തുത സഹരി സുസേന്ദ്ര സ അക്ഷര പരമസ്വരാണ്. അക്ഷര പരമസ്വരാണ് ഒറ്റ ചൈതന്യത്തിൽ നിന്ന് അകാരവികാരം അകാരങ്ങളുടെ പ്രണവസ്വരൂപം വിഘടിച്ചുകൊണ്ട് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് പ്രതീകമായിട്ടുകൊണ്ട് വർണ്ണിച്ചപ്പോൾ അവിടെ എന്തായി? അവിടെ പുരുഷസ്വരൂപമായി. പുരുഷസ്വരൂപത്തിന് ശിവശക്തിയായുക്തോ എരി ഭവതി ശക്രപ്രഭുവിധം നചയദേവം ദേവോ നഖലു കുശല സ്പന്ദിതുമപി അധസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാതി പ്രണന്തും സോടും വാ കഥം ആകൃത പുണ്യപ്രഭവതി. അവിടെ പ്രപഞ്ച സൃഷ്ടിക്ക് ഒരു പുരുഷനെ സംബന്ധിച്ചോളം, പുരുഷശക്തിയെ സംബന്ധിച്ചോളം എന്തു വേണം? അവിടെ ശക്തിയില്ലാതെ ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല. ശിവൻ അനുവും അനങ്ങിയിടുവാൻ ശക്തനല്ല. അപ്പോൾ ഇന്നത്തെ സൃഷ്ടിയുടെ പ്രത്യേകതയാണ്, ഇന്നത്തെ പ്രത്യേകത ശക്തിയുടെ ദിവസമാണ്. സൃഷ്ടിയുടെ പ്രത്യേകത, ശക്തിയുടെ പ്രത്യേകത, പ്രേമത്തിൻ്റെ പ്രത്യേകത ഉള്ളതായ ഇന്നത്തെ ദിവസം. സിംഹാരൂഢയായ ദേവി, പ്രപഞ്ച സൃഷ്ടിയുടെ മാതാവായ ദേവി, എല്ലാ സൃഷ്ടികർമ്മങ്ങളും ഇനി ആർക്കെങ്കിലും കുട്ടികളുണ്ടാവാത്തവർക്ക് കുട്ടികളുണ്ടാവട്ടെ. ഇനിയോ ഒരുപാട് വർഷമായിട്ട് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അതിനുള്ളതായ സൗകര്യങ്ങളുണ്ടാവട്ടെ. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിയുടെ മാതാവായ ഏത് സൃഷ്ടിയുടെയും മാതാവായ ഇന്നത്തെ ദിവസം ആഘോഷിക്കുക. സിംഹാരൂഢയായ കൂഷ്മാണ്ഡ ദേവിയെ, നിരന്തരമായ കൂഷ്മാണ്ഡേതി ചതുർധനം കൂഷ്മാണ്ഡാദേവിയെ ധ്യാനിച്ചുകൊണ്ട് സ്നേഹപൂർവം പ്രേമപൂർവം എന്തായിത്തീരുക? കൂഷ്മാണ്ഡ ദേവി ആയിത്തീരുക. അപ്പം ആയിത്തീരേണ്ടത് ഒന്ന് തന്നെയാണ്. എന്താണ് ആയിത്തീരേണ്ടത് എന്ന് അവനവൻ തീരുമാനിക്കുക. ഈ അസുരനായി മാറണോ, അതല്ലെങ്കിൽ രാവണനായി മാറണോ, അല്ലെങ്കിൽ കുംഭകർണനായി മാറണോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭസ്മാസുരനായിട്ട് മാറണോ, കൃഷ്ണനായിട്ട് മാറണോ എന്ന് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ മനസ്സിൻ്റെ ആവരണമല്ല, ബുദ്ധിയുടെ ചിന്തയിൽ സജ്ജനങ്ങൾ കണ്ടുമുട്ടുമ്പോൾ സജ്ജനങ്ങൾ തമ്മിലുള്ള ഉള്ളിലുള്ളതായ പ്രേമത്തിൻ്റെ, ഉള്ളിലുള്ള ശക്തിയുടെ ചില തമാശകളുടെ, ചില ഗൗരവങ്ങളുടെ, ചില ജ്ഞാനസ്വരൂപങ്ങളുടെ, ചില സഗുണ ഉപാസനകളുടെ പ്രത്യേകത കൊണ്ട് നമ്മൾ അവരെ തിരിച്ചറിയുന്നു, അവർ നമ്മളെയും തിരിച്ചറിയുന്നു. അപ്പോൾ എന്നെ കാണുമ്പോൾ അദ്ദേഹം ഉറപ്പാണ് നരസിംഹമന്ത്രം ജപിക്കും. നമ്മുടെ ഒരു ക്ഷേത്രത്തിൽ അദ്ദേഹമാണ് എല്ലാ ഉത്സവങ്ങൾക്കും അദ്ദേഹമാണ് ഫസ്റ്റ് വിളക്ക് കൊളുത്തുന്നത്. അപ്പോൾ എൻ്റെ വൈഫ് പോലും അദ്ദേഹത്തിനോട് അടുക്കില്ല എന്നർത്ഥം. അപ്പോൾ അത്രയേറെ തേജസ്സാണ്. ആ തേജോമയത്തിൽ നിന്ന് ഞാൻ തേജസ് സ്വീകരിച്ചുകൊണ്ട് തിരിച്ചും ശക്തമായ രീതിയിൽ മന്ത്രം ലഭിച്ച് രണ്ടുപേരും ഒന്നായിത്തീർന്ന് പിരിഞ്ഞതായ കഴിഞ്ഞ ദിവസത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അപ്പോൾ എന്തായിത്തീരണമെന്ന് സ്വയം തീരുമാനിക്കുക. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.